ഇപ്പോൾ വീണ്ടും ഭദ്ര നമ്മുടെ കൂടെ കലോത്സവ വിശേഷങ്ങളുമായി ചേരുകയാണ്. ഭദ്ര, ഒരു പുതിയൊരു അതിഥിയെ നമുക്ക് ലഭിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണ് അവരുടെ വിശേഷങ്ങൾ? ഹരിത, അതിഥിയല്ല, അതിഥികൾ തന്നെയാണ്. കാരണം നമുക്ക് ഒരു കലോത്സവ വേദി എന്ന് പറയുമ്പോൾ ഒഴിച്ചുകൂടാൻ പറ്റാത്ത കുറച്ച് മനുഷ്യർ തന്നെയാണ് നമ്മോടൊപ്പം ഇനി ചേരാൻ പോകുന്നത്. കാരണം നമ്മൾക്കറിയാം, നമ്മളിപ്പോൾ ഒരു നാടകം കാണുന്നു, അല്ലെങ്കിൽ ഒരു കലോത്സവത്തിന് പോകുന്നു, മറ്റ് പരിപാടികൾക്കൊക്കെ പോകുന്നു, സ്റ്റേജ് ഷോകൾക്കൊക്കെ പോകുന്നു. അവിടെയൊക്കെ ലൈറ്റ് ആൻഡ് സൗണ്ട് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നു, അല്ലെങ്കിൽ സാധാരണക്കാർ ആരും അധികം അങ്ങോട്ട് ശ്രദ്ധിക്കാത്തൊരു വിഭാഗം ആളുകൾ കൂടിയാണ്. അതായത് സ്റ്റേജിന് മുന്നിലുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. ആ സ്റ്റേജിന് പിറകിൽ ഒരുപാട് ആളുകളുടെ പ്രയത്നമുണ്ട്. അത് പലപ്പോഴും കാണാതെ പോകുന്നുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ കേരള വിഷൻ അവരെ കൂടി ഉൾപ്പെടുത്തുകയാണ് ഈ ഒരു മോർണിംഗ് ഷോയിൽ. എന്തായാലും നമുക്ക് കാണാം, ഈ ജനറേറ്ററുകളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പോകാനുള്ള ഒരു പെർമിഷൻ ഒന്നുമില്ല. ഇവിടെ രണ്ടുപേര് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവരാണ് ഇതിൻ്റെയൊക്കെ ഒരു ഹൃദയഭാഗം എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. ഞാനിപ്പോൾ നിൽക്കുന്നത് ആശ്രാമം മൈതാനിയിലാണ്. ഈ ആശ്രാമം മൈതാനിയുടെ പ്രധാന വേദിയായിട്ടുള്ള ONV സ്മൃതി എന്ന് പറയുന്ന ഈ ഒരു വേദിയുടെ ഹൃദയഭാഗം തന്നെയാണ്, അല്ലെങ്കിൽ ഒരു തലച്ചോറ് എന്ന് പറയാം. കാരണം പ്രവർത്തിക്കണമല്ലോ. ആ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് ഇവിടെ ഉള്ളത്. ഇത് ജനറേറ്ററുകളാണ് ഇവിടെ ഈ നിൽക്കുന്നത്. താങ്കളുടെ പേരെന്താണ്? സജീവ്. ഈ ജനറേറ്ററിന്റെ ഒക്കെ ഓപ്പറേഷൻ ചേട്ടനാണോ? അതെ. അപ്പൊ സജീവായിട്ടില്ലെങ്കിൽ ഇവിടെ ഒന്നും നടക്കില്ല എന്നുള്ളൊരു ഇതിലാണ്. അപ്പൊ ഇനി നമുക്ക് ഈ ലൈറ്റ് ആൻഡ് സൗണ്ടിന്റെ മറ്റ് ആളുകളിലേക്കൊക്കെ പോകാം. ചേട്ടനാണ് ഇവിടുത്തെ കുറച്ച്. അതെ, ഞാനിവിടെ 7:45 വന്നിട്ട് ചേട്ടനെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. ചേട്ടൻ ഒന്ന് ഫ്രഷായി വന്നിട്ടേ ഉള്ളൂ. കാരണം നമുക്കറിയാം, രാത്രി 1 മണി 2 മണി വരെയൊക്കെ. 1 മണിക്ക് ഫസ്റ്റ് ദിവസം നമുക്കൊരു 4:30 പ്രോഗ്രാം കഴിഞ്ഞത്. പിന്നെ 12 1 മണി ആ ടൈമൊക്കെ ആവും. പിന്നെ രാവിലെ നമ്മൾ 8 മണിക്കൂടെ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും പ്രോഗ്രാമൊക്കെ. അതായത് ഉറക്കമില്ല എന്നല്ലെങ്കിൽ വിശ്രമമില്ലാത്ത വർക്കുകളാണ്, ജോലികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവര് ഒരാളല്ല. നിങ്ങൾ മൊത്തം എത്ര ടീമുണ്ട്? എത്ര ആൾക്കാരുണ്ട് ഒരു ടീമില്? 40 പേരുണ്ട്. എല്ലാ വേദികൾക്കും നിങ്ങൾ തന്നെയാണോ? എല്ലാ വേദിയും നമ്മൾ തന്നെ ഇന്ന് മൊത്തത്തിൽ നമ്മളെ ഇന്ന്. എന്റെ പേര് ജിജോ. നമ്മുടെ അസീസ് സൗണ്ട് കൊല്ലം. ഓക്കെ. ഈ ഫീൽഡിൽ അവർ നല്ല എക്സ്പീരിയൻസ് ഉള്ളവര്. ഗവൺമെന്റ് വർക്കുകൾ, ഞങ്ങളുടെ പ്രോഗ്രാമുകളും എല്ലാം ചെയ്യുന്നവരാണ്. അപ്പൊ നമുക്ക് കുട്ടികൾ ഇത്രയും മനോഹരമായിട്ട് വേദിയിൽ പെർഫോം ചെയ്യുമ്പോൾ അവർക്ക് സൗണ്ടും അതൊക്കെ ഒന്നും ഒരു തെറ്റില്ലാണ്ട് ഒരു കറ കളഞ്ഞുകൊണ്ടുള്ള പ്രവർത്തനം തന്നെയാണ് ചേട്ടന്മാര് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചേട്ടന്റെ പേരെന്താ? വിനേഷ്. നമുക്ക് ആ ഓപ്പറേഷൻസ് ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ? സൗണ്ടും ലൈറ്റും ഓക്കെ. ശരി. അപ്പൊ നമ്മൾ ഇത്രയും നേരം കണ്ടത് ജനറേറ്റർ ആണ്. ഇവർക്ക് വേണ്ട വൈദ്യുത സംവിധാനങ്ങളൊക്കെ നൽകുന്ന ജനറേറ്റർ. ഏകദേശം ഒരു 6-7ഓളം ജനറേറ്റർ ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് അതിന്റെ ഉള്ളിലേക്ക് പോകാനുള്ള പെർമിഷൻ ഇല്ല. ഇവിടെ നമുക്ക് ഈ ഇതിന്റെ ഓപ്പറേഷൻസ്, അതായത് ആ സ്റ്റേജ് ഇത്രയും മനോഹരമാക്കുന്ന ഓപ്പറേഷൻസ് നടക്കുന്ന, അല്ലെങ്കിൽ ആ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്ന സംവിധാനത്തിലേക്കാണ് നമ്മളിപ്പോൾ കടന്നു ചെല്ലുന്നത്. ഇത്രയും ബോക്സുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇത് എന്തൊക്കെയാണ്? അതെ, ഇലക്ട്രിക്കൽ പാനലുകൾ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ ഓപ്പറേഷൻസ് എങ്ങനെയാന്നുള്ളത് നമുക്ക് ഇവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. ഇത് കാണിക്കുന്നോണ്ട് പ്രശ്നമൊന്നുമില്ലല്ലോ? ഇല്ല. മെയിൻ സ്റ്റേജിലേക്ക് ജനറേറ്ററിൽ നിന്ന് വരുന്നത് 2 ജനറേറ്റർ സ്പെയറും നമ്മൾ ഇതിനകത്ത് തന്നെ വരുന്നുണ്ട്. ഇത് ചേഞ്ച് ഓവറാണ്. ഇതിൽ ചേഞ്ച് ചെയ്ത് വിടത്തേ ഉള്ളൂ. അഥവാ കറണ്ട് പോയാലും അടുത്ത ജനറേറ്റർ വർക്കായി പെട്ടെന്ന് തന്നെ ഓൺ ആവും. ഡിലേ ഉണ്ടാകത്തില്ല ഇതിനകത്ത്. ഇല്ല. അപ്പൊ ഫുൾ ടൈം ഇവിടെ ആൾക്കാരുണ്ടായിരിക്കും? ഫുൾ ടൈം ഉണ്ട്. ആള് 24 ഇവിടെ ആളുണ്ട്, ഇവിടെ ഡ്യൂട്ടിയിലുണ്ടാവും. അപ്പൊ അങ്ങനെയാണ്. നമുക്ക് ഞാനിപ്പോൾ രാവിലെ വരുമ്പോ തന്നെ കുറെ പേര് ഇവിടെ പായ വിരിച്ച് കിടക്കുമായിരുന്നു. അപ്പൊ എനിക്ക് ഭയങ്കര കഷ്ടം തോന്നി. എന്നാലും നമുക്ക് സംസാരിക്കാൻ തയ്യാറാണോ ചോദിച്ചപ്പോ ചേട്ടൻ ഓക്കെയാണ്, ഇന്ന സമയത്ത് ഞാൻ വരാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചേട്ടന്റെ വീട് കൊല്ലം തന്നെയാണ്? കൊല്ലത്ത് തന്നെ. ഞാനൊരു 13 വർഷമായി. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഇതിന്റെ ഓപ്പറേഷൻസ് ഭയങ്കര തലവേദന പിടിച്ച ഒരു കാര്യമാണ്. കാരണം ഒരു മിസ്റ്റേക്ക് പോലും ഉണ്ടാവരുത്. പ്രത്യേകിച്ച് ഗവൺമെന്റ് ഒക്കെ അലേർട്ടായിട്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ കുട്ടികളുടെ പെർഫോമൻസ് കാണാനുള്ള സമയം നിങ്ങൾക്ക് കിട്ടാറുണ്ടോ? അപൂർവം സമയങ്ങൾ കിട്ടാറുണ്ട്, കാണാറുണ്ട്. കൊള്ളാം, നല്ല ഇതായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഈ വർക്ക് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നല്ലൊരു ഇതായിരുന്നു. ഓക്കെ. അപ്പൊ നമുക്ക് കൊല്ലത്ത് ഇങ്ങനൊരു കലോത്സവം നടക്കുമ്പോൾ അതിനൊരു അവസരം കിട്ടിയതിൽ വളരെയധികം നിങ്ങളും അഭിമാനിക്കുകയാണ്, കൊല്ലംകാരെന്നുള്ള രീതിയിൽ.
ഓക്കെ, അപ്പൊ എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഒന്നുകൂടി ആ ഒരു മനസ്സ് ഓർമ്മിപ്പിക്കുകയാണ്. കാരണം പ്രധാന വേദികളൊക്കെ കാണുമ്പോൾ അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഇത്തരത്തിലുള്ള ഒരുപാട് മനുഷ്യര് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഇവരെ കൂടി കാണേണ്ടതുണ്ട്. പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വിശ്രമമില്ലാതെ, ഭക്ഷണം കഴിക്കാൻ സമയം കിട്ടാതെ, വെള്ളം കുടിക്കാൻ സമയം കിട്ടാതെ ഒക്കെ വർക്ക് ചെയ്യേണ്ട സാഹചര്യങ്ങളും ഇവർക്ക് വരാറുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊപ്പം തന്നെ ഞങ്ങൾ കേരള വിഷനും കേരള വിഷന്റെ പ്രേക്ഷകരും നിങ്ങൾക്കും എല്ലാവിധ ആശംസകളും നേരാണ്. നാളത്തെ ഒരു ദിവസം കൂടി ഉണ്ട്. കഴിയുമ്പോൾ വിഷമമുണ്ടോ? കഴിയും, വിഷമമുണ്ട്. ഇനി കാത്തിരിക്കുകയാണ് ഞങ്ങൾ. അടുത്ത യുവജനോത്സവം കൊല്ലത്തേക്ക് വരുന്നത് കാത്തിരിക്കുകയാണ് ഞങ്ങൾ. ഓ, വെരി ഗുഡ്. കാരണം കഴിഞ്ഞ ഒരു 2008 ആദ്യം ഉണ്ടായിരുന്നത്. പിന്നെ 15 വർഷത്തിന് ശേഷമാണ് നമുക്ക് വീണ്ടും കൊല്ലത്തേക്ക് വരുന്നത്. ഇനി വീണ്ടും ഒരു കൊല്ലത്തേക്ക് കലോത്സവത്തിന് വേദി കിട്ടട്ടെ എന്ന് ഇവർ വീണ്ടും പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ എന്തായാലും എല്ലാവിധ ആശംസകളും നിങ്ങൾ എല്ലാവർക്കും, ടീം മെമ്പേഴ്സിനും ഒക്കെ ഞങ്ങൾ കേരള വിഷന്റെ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും നൽകുകയാണ്. ഓക്കെ ഹരിത, അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഓരോ ആളുകളും ഇവിടെ ദിനരാത്രം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കലോത്സവ വേദി ഇത്രയും മനോഹരമാക്കാൻ. മാത്രമല്ല 24 വേദികളിലേക്കും ഈ വൈദ്യുതി സൗണ്ട് ആൻഡ് ലൈറ്റ് സപ്ലൈ ചെയ്യുന്നത് ഈ ആസിസ് കൊല്ലം സൗണ്ട്സ് ആണ്. അപ്പൊ എന്തായാലും ഇവർക്ക് കേരള വിഷന്റെ ഭാഗത്തു നിന്ന് എല്ലാവിധ ആശംസകളും നേരാണ് ഹരിത ഈ ഒരു സമയത്ത്. ഭദ്ര ഇപ്പോൾ പറഞ്ഞു വെച്ചത് ശരിയായ ഒരു കാര്യമാണ്. അവരുടെ പിന്നിൽ പ്രവർത്തിക്കുന്നവരുടെ ഒരു